ഉള്ളൂർ വാർഡിലെ UDF സ്ഥാനാർത്ഥിയും മുൻ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവൊക്കെയായിരുന്ന ജോൺസൺ ജോസഫ് എന്നോടൊപ്പം ചേരുന്നു. വലിയ തരത്തിൽ പ്രചാരണം നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. അതിനിടയിൽ ഇപ്പോൾ ഒരു വിമതനം എത്തിയിരിക്കുകയാണ് താങ്കളുടെ അതേ പേരിൽ. ഇത് ഏതെങ്കിലും തരത്തിൽ ഭീഷണി ചെയ്യാൻ സാധ്യതയുണ്ടോ? CPM-ന്റെ രണ്ടുപേർ മത്സരിക്കുകയാണ്. അതിൽ ഒന്ന് ശ്രീകണ്ഠൻ നായർ, ഒന്ന് ലിജു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ആൾ മാത്രമേ ഉള്ളൂ, അത് ഞാനാണ്. ഞാൻ കഴിഞ്ഞ തവണ അവിടെ ഉള്ളൂരിന്ന് മത്സരിപ്പോൾ 2 തവണ ജയിച്ചിട്ടുണ്ട്. ഇപ്പം ജയിക്കുമെന്നുള്ള പരിപൂർണ പ്രതീക്ഷയും ജനങ്ങളുടെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് മത്സരരംഗത്ത് വന്നത്. അതോടൊപ്പം പാർട്ടി എന്നെ പിന്തുണച്ച് 2 തവണ പ്രതിപക്ഷ നേതാവായത് ഉള്ളൂരിൽ നിന്നാണ്. അതുകൊണ്ട് ആശങ്കയൊന്നും വേണ്ട, ഞാൻ ജയിക്കും. അല്ല, ഇങ്ങനെ ഒരു വിമതം വരാനിടയ സാഹചര്യം, അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല, അതാണ് അദ്ദേഹത്തിനായിരുന്നു ലഭിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മത്സരരംഗത്തേക്ക് കടന്നു വരുന്നത്. അത് അവർ പാർട്ടിയിലുള്ള കാര്യമല്ലേ. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ആയിരുന്ന ദേശാഭിമാനിയുടെ ശ്രീകണ്ഠൻ നായർ, അദ്ദേഹമാണ് ഇപ്പോൾ മറുഭാഗത്തു നിന്നും ഇങ്ങനെ സീറ്റ് കിട്ടിയില്ല എന്നും പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല. അല്ല, അത് CPM-ല്. ഇത് കോൺഗ്രസിന്റെ താങ്കൾക്കെതിരെ ഒരു വിമത ശബ്ദം ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് ജോൺസൺ ജോർജ് എന്ന മറ്റൊരാളാണ്. ഉള്ളൂര് അതെനിക്കറിയില്ല, അതെന്താണെന്നുള്ളത് നോക്കി ഞാൻ പറയാം. അതായത് അത് എന്തായാലും വലിയ വിജയപ്രതീക്ഷയിലാണ്, കോൺഗ്രസ് വലിയ വിജയപ്രതീക്ഷയിലാണ്. ഞാൻ വളരെ പ്രതീക്ഷയിലാണ്. ഓക്കെ.